ഹായ്, SSR ഇൻഫോടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പീഡ് ന്യൂസ് ആണ് എന്ന് പറയുന്നത് വളരെ സ്പീഡായിട്ടുള്ള ന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് അത്രയും പെട്ടെന്ന് തന്നെ ആൾക്കാരിലേക്ക് എത്തട്ടെ, ആവശ്യക്കാരിലേക്ക് എത്തട്ടെ. ഓക്കെ, കാരണം ഇനി അത്രയും സമയങ്ങളുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, സംശയങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് വെച്ചാൽ എല്ലാം അടുത്തടുത്ത ഡേറ്റുകളാണ്, ഡേറ്റ് തീരാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, ഡിഗ്രി പഠനം താല്പര്യമുള്ള ആൾക്കാർക്കാണ് ഈ ഒരു അവസരം ഉള്ളത്. ആദ്യം ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് ഡിഗ്രി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്, രജിസ്ട്രേഷൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് March 15 ഇന്ന് March 12 ഇനി 3 ദിവസം കൂടി ബാക്കിയുണ്ട്. അതിനുള്ളായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് ഡിഗ്രി രജിസ്ട്രേഷൻ താല്പര്യമുള്ളവർക്ക് 3 വർഷമാണ് പീരീഡ്. അതോടൊപ്പം നെക്സ്റ്റ് വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ ബിരുദ പ്രോഗ്രാമുകളാണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സ്വന്തം നിലയിൽ പഠിക്കാം, ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും. അങ്ങനെ 4 വർഷത്തെ ഓൺലൈൻ ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കാം. അവസാന ഡേറ്റ് March 20. ഓക്കെ, അപ്പോൾ അറിയാലോ, ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞത് പ്രധാനമായിട്ട് നിങ്ങളുടെ SSLC, +2, ആധാർ കാർഡ്, ഒരു ഫോട്ടോ, പിന്നെ TC ഉണ്ടെങ്കിൽ അത് എടുത്തു വെക്കുക. പിന്നെ അതോടൊപ്പം തന്നെ APAR ID അഥവാ ABC ID എന്ന് പറയും. ഓക്കെ, അക്കാദമിക് ക്രെഡിറ്റ് ID ഉണ്ടാവില്ല, ABC ID. ആ ഒരു ID കാർഡ് വേണം. അത് ID ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് അക്ഷയ സെന്റർ വഴി തന്നെ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സിന് രജിസ്റ്റർ ചെയ്യാം. അതിന് നിങ്ങൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈലും കൂടി കയ്യിൽ കരുതുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ ആക്റ്റീവായിട്ടുള്ള ഒരു ഇമെയിലും ID കൂടി വേണം നിർബന്ധമായിട്ട്. ഓക്കെ, ഇത്രയും ഡോക്യുമെന്റ് ഒറിജിനലായിട്ട് എത്രയും പേര് അക്ഷയയിലേക്ക് വരിക. ഇഗ്നോ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഡേറ്റ് March 15, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഡേറ്റ് March 20. ഓക്കെ, പിന്നെ ഉള്ളത് ടെക്നിക്കൽ ഹൈസ്കൂൾ പ്രവേശനത്തിന് 8ാം ക്ലാസ് മുതൽ അങ്ങോട്ടേക്ക് പഠിക്കുന്ന ഇപ്പോൾ 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് അഡ്മിഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അതിന് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ TC, സ്കൂൾ സർട്ടിഫിക്കറ്റുകളും പിന്നെ ആധാർ, കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് കാര്യങ്ങളാണ് വേണ്ടത്. പിന്നെ മാർക്ക് ലിസ്റ്റ് എന്തായാലും എക്സാം നടക്കുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ആ ഒരു ആവശ്യം വരുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ആധാർ കാർഡ്, ഫോട്ടോ, പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ രക്ഷാവിൻ്റെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, കാര്യങ്ങളായ ഡോക്യുമെന്റ് ഒക്കെയാണ് വേണ്ടത്. ഓക്കെ, അതിന് ലാസ്റ്റ് ഡേറ്റ് April 6 ടെക്നിക്കൽ ഹൈസ്കൂളിലേക്കുള്ള അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് April 6. ഓക്കെ, പിന്നെ അടുത്തത് സഹകരണ സ്ഥാപനങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ്. കേരളത്തിലെ വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ തൊഴിലവസരമുണ്ട്. അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് April 4. ഓക്കെ, തസ്തികകൾ വരുന്നത് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, JC സൂപ്പർ ഗ്രേഡ്, JC സ്പെഷ്യൽ ഗ്രേഡ്, JC ക്ലാസ് 2nd 7th, പിന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആൻഡ് ഡാറ്റ എൻട്രി സൂപ്പർവൈസർ. ഇത്രയും ഒഴിവുകളാണുള്ളത്. കേരള സംസ്ഥാനത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ഉള്ള ഒഴിവുകളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് April 4. പിന്നെ ഉള്ളത് നീറ്റ് അപ്ലിക്കേഷൻ കറക്ഷൻ ആണ്. അത് March 14 ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, നീറ്റ് അപ്ലിക്കേഷൻ ചെയ്ത ആൾക്കാരുണ്ടാവും, നീറ്റ് എക്സാമിന് രജിസ്റ്റർ ചെയ്ത ആൾക്കാർ. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ March 14 വരെ അതോ മറ്റന്നാൾ വരെ നിങ്ങൾക്ക് ഡേറ്റ് ഉണ്ട്. അതിനുള്ളായിട്ട് നിങ്ങൾ കറക്ഷൻ ചെയ്യുക. പ്രധാനമായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു കാര്യം, കറക്ഷന് വേണ്ടി ആപ്ലിക്കേഷൻ ഓൺ ആക്കും, പക്ഷെ എന്ത് ചെയ്യില്ല, നിങ്ങൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കില്ല. ജസ്റ്റ് നോക്കി എല്ലാം കറക്റ്റ് ആണെന്ന് വെച്ചാൽ ക്ലോസ് അങ്ങ് ചെയ്യും. അങ്ങനെ ആപ്ലിക്കേഷൻ തള്ളിപ്പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കയറി അത് ലോഗിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഫൈനൽ സബ്മിറ്റും കൂടി എൻ്റർ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. മൊബൈലിൽ കൂടെ കയറി നോക്കി ലാസ്റ്റ് ക്ലോസ് ചെയ്തു, ഒന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അവർക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടാത്ത ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ വോട്ടർ പട്ടികയിൽ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോട്ടർ പട്ടികയിൽ ലാസ്റ്റ് ഡേറ്റ് എന്തായാലും തീരുമാനമായി. ഈ മാസം 15 അതിനുള്ളായിട്ട് തന്നെ 15 or 16 ആയിരിക്കും എന്തായാലും അനൗൺസ് ചെയ്യാൻ, ഇലക്ഷൻ അനൗൺസ്മെന്റ് വരാൻ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതോടുകൂടി ആപ്ലിക്കേഷൻ ക്ലോസ് ആവും. അപ്പോൾ 14 മറ്റന്നാൾ വരെ ഡേറ്റ് ഉണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക. നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ ആയുധമാണ്. ആ ആയുധം കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഓക്കെ, കാരണം നിങ്ങൾക്ക് ആരാണോ ഭരിക്കാൻ വരേണ്ടത് അവർക്ക് വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആദ്യം വോട്ട് വേണ്ടേ, അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമല്ലോ. അപ്പോൾ വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക,
നിങ്ങൾ മുന്നോട്ടേക്ക് വരിക, നിങ്ങൾ ഡോക്യുമെന്റ് ഒക്കെ എടുത്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോ കണ്ടാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ. പിന്നെയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പ്രവാസികൾക്കുള്ള, ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുള്ള അപകട ആരോഗ്യ ഇൻഷുറൻസ് 2ാം ഘട്ടം സ്റ്റാർട്ട് ചെയ്തു. നോർക്ക കെയർ. ഓക്കെ. നോർക്ക കെയറിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ നിങ്ങൾ എന്തായാലും നോർക്ക ID കാർഡ് ഉള്ള ആൾക്കാരായിരിക്കണം. എന്നാൽ മാത്രമേ അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. നോർക്ക ID കാർഡിന് അപ്ലിക്കേഷൻ ചെയ്യാൻ നിങ്ങളുടെ പാസ്പോർട്ട്, വിസ പേജ്, ഇക്കാമ, ഒരു ഫോട്ടോ, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. പിന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ, ഈ ഒരു ഇമെയിൽ ID, ഇത്രയും കാര്യങ്ങളെടുത്ത് അക്ഷയയിലേക്ക് വന്നാൽ സ്പോട്ടിൽ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കാം. 1-2 ദിവസം കൊണ്ട് ID കാർഡ് റെഡിയാവും. അത് വെച്ച് അന്നേരം തന്നെ നോർക്ക കെയർ ഇൻഷുറൻസിന് അപ്ലിക്കേഷൻ ചെയ്യാം. ഇപ്രാവശ്യം പ്രത്യേകം എന്ന് വെച്ചാൽ 2 തരത്തിലുണ്ടാവുക, നോർക്ക കെയർ, നോർക്ക കെയർ പ്ലസ്. ഈ കെയർ പ്ലസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളെ കൂടി ഉൾപ്പെടുത്താനുള്ള സംവിധാനം ഉണ്ട് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യം ഉപയോഗപ്പെടുത്തുക. മുന്നത്തെ ആൾക്കാർക്ക് അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരം വരുന്നതായിരിക്കും. ഓക്കെ. മുന്നേ ചെയ്ത ആൾക്കാർ, ഫസ്റ്റ് ഘട്ടത്തിൽ ചെയ്ത ആൾക്കാർക്ക് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 12-ാം തീയതിയാണ്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് സ്പീഡ് ന്യൂസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം മനസ്സിലായല്ലോ. എല്ലാത്തിനും ലാസ്റ്റ് ഡേറ്റ് വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെയാണ്. ഒന്ന് ഞാൻ താഴെ നിന്ന് മേലോട്ടെന്നുള്ള രൂപത്തിൽ പറയാം. പ്രവാസി ക്ഷേമനിധി, പ്രവാസി ആരോഗ്യ അപകട ഇൻഷുറൻസ് നോർക്ക കെയർ 2nd ടേം അവസാന ഡേറ്റ് 2026 ഏപ്രിൽ 12, അഥവാ അടുത്ത മാസം 12-ാം തീയതി. വോട്ട് ചേർക്കൽ ലാസ്റ്റ് ദിവസം ആയിരിക്കാൻ ചാൻസ് ഉള്ളത് ഈ മാസം 15-ാം തീയതി ആയിരിക്കും, അതോ മറ്റന്നാള് 14 അല്ലെങ്കിൽ 15. 14-ാം തീയതി ആണ് ഉറപ്പായിട്ട് മറ്റന്നാള്. ഓക്കെ. മാർച്ച് 14. പിന്നെ നീറ്റ് കറക്ഷൻ മാർച്ച് 14 സഹകരണ സ്ഥാപനങ്ങളിലേക്കുള്ള വിവിധ ഒഴിവുകളിലേക്കുള്ള അപേക്ഷിക്കേണ്ട അവസാന ദിവസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 4. പിന്നെ ടെക്നിക്കൽ ഹൈസ്കൂളിലേക്കുള്ള 8ാം ക്ലാസ് മുതൽ മേൽപോട്ടേക്കുള്ള ടെക്നിക്കൽ ഹൈസ്കൂളിലേക്കുള്ള അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 6. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൺലൈൻ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 20. അതോടൊപ്പം തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രി കോഴ്സുകൾക്കുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 15. അത് മറ്റന്നാളെ വൈകുന്നേരം 4 മണിയോടുകൂടി സൈറ്റ് ക്ലോസ് ആവും. ഓക്കെ. കൂടുതലൊന്നും പറയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.